4 കോടി ഷാഫി പറമ്പലിന് കൊടുത്തു എന്ന് കെ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ തെളിവാണ്. പണം മാത്രമല്ല, ഒപ്പം വോട്ടും കൈമാറുക എന്ന ഡീലാണിവർ തമ്മിലുള്ളത്. തൃശൂരിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടുകൾ ബിജെപിക്കാണ് ലഭിച്ചത് എന്നതും കൂട്ടി വായിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡീലിന്റെ യാഥാർത്ഥ്യം പുറത്തുവരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാടുകളും നയങ്ങളും ഇതിലേക്ക് തന്നെയാണ് വീണ്ടും നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കള്ളപ്പണ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ബിജെപിയോടൊപ്പം തന്നെ കോൺഗ്രസും പിന്നിലല്ല എന്നാണ് പാലക്കാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പൊട്ടിത്തെറിയുമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 9 നേതാക്കൾ, പ്രമുഖരായ നേതാക്കൾ, സാധാരണ അനുയായികളല്ല, ആ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടായി. രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രാജിവെച്ചൊഴിയുന്നതിന്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അവസാനമായി രാജിവെച്ച OP കൃഷ്ണകുമാരി വെടനേഴി പഞ്ചായത്തിലെ കോൺഗ്രസ് BJP ബന്ധത്തെ അതിശക്തിയായിട്ട് എതിർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവാണ്. നേരത്തെ പൂക്കോട്ട് കടവിലും കോൺഗ്രസ് BJP പരസ്യമായ സഖ്യം ഉണ്ടാക്കിയിരുന്നു എന്ന് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് നിലവിലുള്ള മതനിരപേക്ഷ നിലപാടുകൾ അംഗീകരിക്കുന്ന നിരവധി ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു എന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം കാണിക്കുന്നത്. ശരിയായ നിലപാടുകൾക്ക് വലിയ പിന്തുണയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്ക പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് അധികാരത്തിലുണ്ട്. മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ എങ്ങനെയാണ് ഭരണം കൈകാര്യം ചെയ്യാം, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പാർലമെന്റിലുള്ള സീറ്റ് വളരെ നാമമാത്രമാണ്, ആ ഭൂരിപക്ഷം ഇല്ലാത്ത സംവിധാനം എങ്ങനെയാണ് മറികടക്കുക എന്നെല്ലാമുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ വിരലെണ്ണാവുന്ന സീറ്റ് മാത്രമുണ്ടായിരുന്ന അവർക്കിപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ കക്ഷിയായി മാറാൻ സാധിക്കുന്ന നില വന്നു എന്നാണ് അവസാന വാർത്തകൾ കാണിക്കുന്നത്. ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് ഭരണവും പോരാട്ടവും ചേർത്ത് മുമ്പോട്ടേക്ക് പോയാൽ ഈ സാധ്യതയാണ് ലോകത്തിന്റെ മുമ്പിൽ തന്നെ കാണിക്കുന്നത് എന്നതാണ് ശ്രീലങ്കൻ അനുഭവം.